പിന്നെ നമ്മളായാലും ഇവിടെ അങ്ങനെ ഒരു ഊവണ്ടവാ പോലത്തെ പാട്ടോ ഇതോ നമുക്ക് ആഗ്രഹം ഇല്ലല്ലോ. ഈ മലയാള പടത്തിൽ ആ ഒരു ഊവണ്ട ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചൻ വേണ്ട, അത് അവിടെ ഉണ്ട്, നമ്മളത് കണ്ടോളാം അല്ലേ. നമുക്ക് ആ ഒരു ടേസ്റ്റ് ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഇവിടെ അത് എന്തോ വേണ്ട എന്നുള്ളൊരു തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ നായകന്റെ. പക്ഷെ അറിഞ്ഞോ അറിയാതെയോ അത് ഗുണം ചെയ്യുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് വി ബീയിങ് സെൻസിബിൾ, പ്രേക്ഷകനായാലും ഫിലിം മേക്കർ ആയാലും ബൈ ഓൾ ദിസ് ടൈം കുറച്ചുകൂടെ സെൻസിബിളായി എന്നാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. ഗുഡ്, ഇനി അങ്ങനെ തന്നെ പോട്ടെ. അസിസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഈ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും മെയിലിലും ഒക്കെ അയക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാവുമല്ലോ, ആസ്പയറിംഗ് സിനിമാറ്റോഗ്രാഫേഴ്സ്. അവരോട് എങ്ങനെയാ ഫീഡ്ബാക്ക് പറയാം? ഇങ്ങനെയുള്ള ഒരുപാട് പിള്ളേർ എന്നെ മെസ്സേജ് ചെയ്യാറുണ്ട്. അതായത് ജെന്യുവൻ ആയിട്ടുള്ള പിള്ളേർ കേട്ടോ. നമ്മുടെ ന്യൂ ഫിലിം സ്കൂളായാലും അതേപോലെ കൊച്ചിയിലുള്ള പല ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും, ഇപ്പം ചെന്നൈയിൽ നിന്നാണെന്നുണ്ടെങ്കിലും ബോംബെയിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് പിള്ളേർ ഇങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട്. ഇപ്പം ആസ് എ സിനിമാറ്റോഗ്രാഫർ ഞാൻ ബാക്ക് ടു ബാക്ക് സിനിമ ചെയ്യുന്ന ആളല്ല. ചെറിയ ബ്രേക്കിന് ശേഷം അപ്പം തന്നെ വേറെ ഞാൻ തുടങ്ങാൻ ശ്രമിക്കാറുണ്ട്. നേരത്തെ വർഷത്തിലൊരു പടമൊക്കെയാണ് ഞാൻ ചെയ്തിരുന്നത്. ഇങ്ങനെ ബാക്ക് ടു ബാക്ക് വർക്ക് ചെയ്യുന്ന DPs ആണെങ്കിൽ പോലും അവർക്കൊരു 10-20 അസിസ്റ്റൻസ് ഉണ്ടാവും. എന്നിട്ടൊരു അതിൽ കുറച്ച് പേരെ ആയിരിക്കും ഒരു വർക്കിന് കൊണ്ടുപോകും. എന്നിട്ട് അവർ ഇതിനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഫോർ ഈച്ച് വർക്ക്. എനിക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ല ഇവിടെ. ഐ എം നോട്ട് ദാറ്റ് ബിഗ്, ഐ എം സ്റ്റിൽ എ റുക്കി. ഞാൻ ഇവരുടെ അടുത്ത് പറയാന്ന് പറഞ്ഞാൽ എനിക്ക് ആ കൂടെ 4-5 പേരെ കൂടെ നിർത്താൻ പറ്റുള്ളൂ. ഒന്നാമത് കാര്യം, ചെയ്യുന്ന പടങ്ങൾ മലയാളത്തിലാണ്, ചെറിയ പടങ്ങളാണ്. അപ്പോൾ ഇവിടെ എനിക്ക് 10-12 അസിസ്റ്റൻസിന് നിർത്തിയിട്ട് കാര്യമില്ല, കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇഫ് യു ക്യാൻ വെയിറ്റ്, ഇതിലാരെങ്കിലും ഇങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയി പോകുന്തോറും നമ്മൾ താഴെ നിന്ന് ആരെങ്കിലും കൊണ്ടുവരേണ്ടി വരും. ഇഫ് യു വെയിറ്റ് ആൻഡ് കീപ് ഇൻ ടച്ച് വിത്ത് മീ ഡെഫിനറ്റ്ലി വിൽ തിങ്ക് അബൌട്ട് ഇറ്റ് എന്ന് ഞാൻ പറയാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറെ കുറച്ച് പിള്ളേരുണ്ട്, അവർ ഓൾറെഡി വർക്ക് ചെയ്യുന്ന പിള്ളേരാണ്. പല DPsനെയും അസിസ്റ്റ് ചെയ്യുന്ന പിള്ളേരായിരിക്കാം, പഠിച്ചിറങ്ങിയിട്ട് പടം ചെയ്യാൻ നിൽക്കുന്ന പിള്ളേരായിരിക്കാം. പക്ഷെ അതിന് മുമ്പ് എൻ്റെ ഒരു വർക്ക് കണ്ടിട്ട് എൻ്റെ വർക്കിംഗ് സ്റ്റൈലും പരിപാടിയൊക്കെ ഇഷ്ടമായി. ഇതിന് ശേഷം ഞാൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എൻ്റെ ലൈറ്റിംഗ് പാറ്റേൺ എന്താണ്, അല്ലെങ്കിൽ എൻ്റെ വർക്ക് ഫ്ലോ പൈപ്പ് ലൈൻ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ടും പിള്ളേർ വരാറുണ്ട്. അങ്ങനത്തെ പിള്ളേർക്ക് ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി കൊല്ലങ്ങളോളം എൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്യാനൊന്നും താല്പര്യമില്ല. ദേ ജസ്റ്റ് വാണ്ട് ടു സീ, സ്റ്റഡി ആൻഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ആം ഐ ഡൂയിങ് ആൻഡ് ഡു ഇറ്റ് ഇൻ ദെയർ ഓൺ വേ, അതിൽ നിന്ന് പഠിച്ചിട്ട്. അപ്പോൾ അങ്ങനെ പിള്ളേരൊക്കെ വരുമ്പോൾ ഞാൻ ഒരു മാസമൊക്കെ അവർ അക്കോമഡേറ്റ് ചെയ്യാറുണ്ട്. അവർ അസിസ്റ്റൻസ് ആയിരിക്കില്ല, ദിൽ ബി ദെയർ ഓൺ മൈ സെറ്റ്. അവർക്ക് കാണാം. ഇപ്പോൾ ഇവിടെയാണ് നമ്മുടെ സീൻ നടക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുറത്തുനിന്നൊരു പയ്യൻ വന്ന് കാണാൻ പോലും പറ്റില്ലല്ലോ, അവർ താഴെ നിൽക്കണ്ടേ. പക്ഷെ ഇവർക്ക് എല്ലായിടത്തും ആക്സസ് ഉണ്ടാവും. They can be in the monitor, they can come see the lighting and interact with everyone. ആരോട് വേണമെങ്കിലും സംശയം ചോദിക്കാം. ഒരു ഇന്റേൺഷിപ്പ് ഒക്കെ പോലെ അവർ വർക്ക് ചെയ്യുന്നില്ല, അപ്പൊ പിന്നെ ഇന്റേൺഷിപ്പ് ആവുന്നില്ല, അത്രേ ഉള്ളൂ. അത് എന്നാൽ കഴിയുന്ന സഹായം. കാരണം വെച്ചാൽ എനിക്ക് എല്ലാവരെയും കൂടെ അസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാനും സ്ട്രഗിൾ ചെയ്തതാണ് ഈ ഓരോരുത്തരുടെ കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും. ഞാനും ഒരുപാട് ഇപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന DPs ഒക്കെ ഉണ്ടാവുമല്ലോ, എല്ലാവരുടെ കൂടെയും വർക്ക് ചെയ്യാൻ പറ്റണമെന്നില്ലല്ലോ. പക്ഷെ ലേൺ ഫ്രം ദം, വിത്ത് ദം ഓർ വിതൗട്ട് ദം, ഡസൻറ്റ് മാറ്റർ. ഫിലിമിന്ന് ഷൂട്ട് ചെയ്യൽ നിർത്തിയിട്ട് ഡിജിറ്റൽ ഷൂട്ട് ചെയ്യുമ്പോൾ ചിലവ് കുറയും എന്നൊരു തിയറി ഉണ്ടായിരുന്നു ഡിജിറ്റൽ വന്ന സമയത്ത്. പക്ഷേ അതത്ര ശരിയല്ല, അതൊരു ചതിയാണെന്ന് അമൽ നീരത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് രണ്ടും പേരെക്കുറെ ഒരേപോലെ പോയിക്കൊണ്ടിരിക്കണം. കുറേ ഫുട്ടേജ് എടുത്തുകൊണ്ട് എഡിറ്റർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ടിരിക്കുകയാണ്, 6 മണിക്കൂറൊക്കെ ഫുട്ടേജ് കൊടുത്തിട്ട് എന്താണ് അങ്ങനെ അറിയാണ്ടിരിക്കുകയാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു സ്ഥലത്ത് കേൾക്കുന്നു. ശരിക്കും ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഡിസിപ്ലിൻ ഇപ്പം മിസ് ചെയ്യുന്നുണ്ടോ? ഡിസിപ്ലിനേക്കാൾ കൂടുതൽ കോൺഷ്യസ് ആയിരുന്നു, ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും നമ്മള്. ഡിസിപ്ലിൻ എന്ത് ഡിസിപ്ലിൻ? അങ്ങനെയല്ല, ഇപ്പൊ ഞാനും കേട്ടിട്ടുള്ള ടേം അത് തന്നെ, ഡിസിപ്ലിൻ എന്നാണ് കേട്ടിട്ടുള്ളത്. നമ്മള് കോൺഷ്യസ് ലെവല് നമ്മള് വേറെ ഹൈ ആയിരിക്കും, ശ്രദ്ധയോ ആയിരിക്കും. ഇത് കേൾക്കാലോ, റോൾ ചെയ്ത് കഴിഞ്ഞാൽ ടിക് 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 ഇങ്ങനെ അടിച്ചോണ്ടിരിക്കും. അപ്പൊ ബാക്കി സൈലന്റ് ആവുമ്പോഴും ഇത് കേൾക്കാം. വൺസ് ഇത് നിൽക്കുമ്പോഴൊക്കെയാണ് ശ്വാസം വിടുന്ന ആള്. ആ ഒരു കോൺഷ്യസ്നെസ് എപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ ഈ ക്യാൻ എന്ന് പറയുന്നത് അതിന്റെ വിലയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞത്, അത് എങ്ങനെ പോയാലും ഹാർഡ് ഡിസ്കിന്റെ ആയാലും വില ഉണ്ട്. പക്ഷേ ഈ ക്യാൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൂടെ 4-5 മിനിറ്റ് ഇതിൽ ഷൂട്ട് ചെയ്യാൻ പറ്റൂ. ഒരു ദിവസത്തേക്ക് ഇത്ര ക്യാൻ അലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 10 ടേക്ക് കൂടുതൽ പോയാൽ ഒരു ക്യാൻ അവിടെ മിസ്സാവുകയാണ്. അപ്പോൾ ആ ക്യാനിൽ ആക്ച്വലി ഷൂട്ട് ചെയ്യേണ്ട സാധനം ഞാൻ പിറ്റേ ദിവസത്തേക്ക് വെക്കുകയാണ്. അവിടെ എനിക്ക് ക്യാൻസ് ഇല്ല, അലോട്ട് ചെയ്തിട്ടില്ല.
പിന്നെ നൈറ്റിന് ഒരു ക്യാൻ, ഡേക്ക് വേറെ ക്യാൻ. ഓക്കെ ഓക്കെ അങ്ങനെയാണ്. ഫിലിമിന്റെ ടെമ്പറേച്ചർ മാറണ്ടടാ. Yes, yes. ആ, ഇപ്പൊ ഡേയിൽ നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് 5-6 Yes, ആ, ആ, അപ്പൊ ഒരു ഡേ ലൈറ്റ് ടെമ്പറേച്ചറിനുള്ള ഒരു ഡേ ഫിലിം വരും. രാത്രി ആണെങ്കിൽ അത് അപ്പൊ തന്നെ ഊരി മാറ്റിയിട്ട് നൈറ്റ് ഇടും. തിര എന്ന് പറയുന്ന സിനിമ ജോമോൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത് നൈറ്റ് ടെമ്പറേച്ചറിലുള്ള ഫിലിമിലാണ്. അത് സാധാരണ നമ്മൾ ഡേ ഷൂട്ട് ചെയ്യുന്ന ഫിലിമിലല്ല, ക്യാനിലല്ല, രാത്രി ഷൂട്ട് ചെയ്യുന്ന ക്യാനിലാണ്. അതിന്റെ വൈറ്റ് ബാലൻസ് ഒക്കെ വേറെ തന്നെയായിരുന്നു. അതാണ് ആ ടോൺ അങ്ങനെ ഇരിക്കുന്നത്. അതാണ് ടോൺ അങ്ങനെ ഇരിക്കുന്നതെന്നല്ല, ആ ടോൺ അങ്ങനെ ആക്കാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത് കുക്ക് ചെയ്തെടുക്കുമ്പോൾ തന്നെ ആ ടോണിൽ ഇരിക്കില്ല. കുക്ക് ചെയ്യുമ്പോൾ അതിനെ സഹായിക്കും. പോസ്റ്റിൽ നമുക്ക് ഓക്കെ ഡെഫിനറ്റ്ലി സിനിമാറ്റോഗ്രാഫർ ഹാവ് ദാറ്റ് ഇൻ മൈൻഡ്. ഓക്കെ ഇത് ഇങ്ങനെ പിടിക്കണം, ആ ഒരു സെൻസിലാണല്ലോ ഷൂട്ട് ചെയ്യുന്നത്. അതിന് ഡെഫിനറ്റ് ആയിട്ട് ആ ടെമ്പറേച്ചർ, ഇമേജിന്റെ ടെമ്പറേച്ചർ ഹെൽപ്പ് ചെയ്യും. ഇത്രയും കോംപ്ലിക്കേഷൻ ഇല്ലല്ലോ. പക്ഷെ ഡിജിറ്റലിൽ ഇപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ജിംഖാനയിൽ തന്നെ ഇവർ വെയിറ്റ് നോക്കുന്ന സീനില്ലേ, ഈ വെയിറ്റ് നോക്കുന്ന സീൻ, അതായത് ഒന്നാമത്തെ കാര്യം ഇത്രയും പിള്ളേരെ നമ്മൾ അണ്ടർവെയർ ഇട്ടിട്ട് ഇതിനെ നിർത്തി കുറച്ച് ക്രൗഡഡ് ആയിട്ടുള്ള സീനാണല്ലോ. സെറ്റപ്പ് ചെയ്തെടുക്കാൻ ഇത്തിരി സമയവും ഒക്കെ വേണം ആ സീൻ ഫുള്ള് ഷൂട്ട് ചെയ്തതിന് ശേഷം ആ കാർഡ് ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് എററായി. ക്യാമറ അസിസ്റ്റന്റ് പയ്യൻ വന്നിട്ട് പറയണ, ഞാൻ പഠിച്ച പണി 18 നോക്കി, ഒരു പരിപാടി നടക്കണില്ല, റെഡിനെ വിളിക്കണം, ബോംബെയിൽ ഞാൻ വിളിച്ചിട്ട് ഇത് UK അയക്കണം എന്നുള്ള മൂടാ. എല്ലാം ചെയ്തു, UK വിളിക്കുന്നു, ബോംബെന്ന് വിളിക്കുന്നു, അത് ഒരു തരത്തിൽ റിക്കവർ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ എൻ്റെ വെൻഡർ, എൻ്റെ ക്യാമറ വെൻഡർ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, ഈസ് എ ഫ്രണ്ട്, ഈ ബീൻ വർക്കിംഗ് വിത്ത് മീ ഫോർ ലോട്ട് ഓഫ് പ്രോജക്ട്സ്. അപ്പോൾ ജെന്യൂൻ ഒരു സുഹൃത്താണ്. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഐ ട്രൈഡ് എവറിത്തിങ്, പക്ഷെ പരിപാടി വർക്കാവണില്ല. ഇയാൾ എന്ത് ചെയ്യാനാ, അത് ഡിജിറ്റൽ അല്ലേ, ഒരു എക്യുപ്മെൻറ്റ് ഫെയിലിയറായി. പക്ഷേ പുള്ളിക്ക് ഭയങ്കര വിഷമമായി. എന്നിട്ട് പുള്ളി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഷൂട്ടിന് എന്ത് നഷ്ടം അല്ലെങ്കിൽ എന്ത് എക്സ്പെൻസ് ഉണ്ടായോ ഐ എം റെഡി ടു പേ ദാറ്റ്. അപ്പോൾ പുള്ളി അതിന് വേണ്ടി റെഡി ആയിരുന്നു. പക്ഷേ എന്തോ ഭാഗ്യം എൻ്റെ കൂടെ ഉള്ളൊരു അസിസ്റ്റൻ്റ് ഉണ്ട്, സജീവൻ എന്ന് പറഞ്ഞിട്ട്, അവൻ IT വർക്ക് ചെയ്തിട്ടുള്ളതാണ്. സിനിമ പ്രാന്ത് കാരണം എൻ്റെ കൂടെ ഇപ്പോൾ ഉണ്ട്. അങ്ങനെ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കാം, ഞാനൊന്ന് ഇഫ് യു ഡോണ്ട് മൈൻഡ് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ, ഒന്നുമില്ലാത്തതിനേക്കാൾ നല്ലതാണല്ലോ ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യണ്ടെങ്കിൽ. അപ്പോൾ ഇവൻ പറഞ്ഞത് ഫയൽ അതിനകത്തുണ്ട്, നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ കൂടുതൽ ടെക്നിക്കാലിറ്റി എനിക്ക് അറിയില്ല, അത് അവനെ അറിയുള്ളൂ, അല്ലെങ്കിൽ അവൻ്റെ സുഹൃത്തുക്കൾക്കേ അറിയുള്ളൂ. വി റിക്കവേർഡ് ദാറ്റ് ഫുട്ടേജ് ഫ്രം എ തേർഡ് പാർട്ടി, ഫ്രം നോബഡി. അത് ഓതറൈസ്ഡ് ആയിട്ടുള്ള ആരും അല്ലാത്ത ഒരു നോബഡിയുടെ കയ്യിൽ നിന്ന് ഞങ്ങളത് റിക്കവർ ചെയ്തെടുത്തു എന്നുള്ളതാണ്. അന്ന് അങ്ങനെ ഒരുത്തരം ഉണ്ടായിരുന്നുകൊണ്ട് അത് നടന്ന, അല്ലെങ്കിൽ ആ ഫുട്ടേജ് മൊത്തം ഡിജിറ്റലിൻ്റെ പ്രശ്നങ്ങളും ഇതൊക്കെ തന്നെയാണ്. കൺവെൻഷനലായിട്ട് ഫിലിം സ്കൂളിൽ പോയിട്ട് സിനിമാറ്റോഗ്രാഫി പഠിക്കാത്തത് കൊണ്ട് ഓപ്പൺ അപ്പ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ക്രിയേറ്റീവ് അറിയില്ല. ഫിലിം സ്കൂളിൽ പഠിക്കാഞ്ഞത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗുണം ഉണ്ടായിട്ടില്ല. ഫിലിം സ്കൂളിൽ പോയി പഠിക്കാൻ നമുക്കൊരു സാഹചര്യം, അതിനുള്ളൊരു അവസരം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും പോകാൻ വേണം, പഠിക്കാൻ വേണം. ഓക്കെ, എൻ്റെ സിറ്റുവേഷൻ വേറെ ആയിരുന്നു. എനിക്ക് ഇപ്പം സ്കൂളിലല്ലെങ്കിൽ പോലും എനിക്ക് വേറൊരു മീഡിയം ഉണ്ടായിരുന്നു. ആ സെയിം ആർട്ട് പഠിക്കാൻ തന്നെ എനിക്ക് പ്രാക്ടിക്കലായിട്ട് അവിടെ നിന്ന് പഠിക്കാമായിരുന്നു. അപ്പോൾ ഐ ചോസ് ദാറ്റ്. പിന്നെ ഫോർ മീ, ഞാനൊരു 23 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ അസിസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ 23-ാം വയസ്സിൽ പോയി ഇനി ഫിലിം സ്കൂളിൽ പോയി 2 വർഷം. 23 വയസ്സിലാണ് ക്ലിയർ ആയിരുന്നോ ഞാൻ സിനിമാറ്റോഗ്രാഫർ ആണ് എന്നുള്ളത്? ഇല്ലടാ, അപ്പോഴാണ് തുടങ്ങിയത്. ഓക്കെ, അപ്പോഴാണ് ഞാൻ തുടങ്ങണേ. 28 വയസ്സുള്ളപ്പോഴാണ് ഞാൻ, 27 വയസ്സോ 26 വയസ്സോ ഉള്ളപ്പോഴാണ് ഞാൻ 26-ലാണ് ഞാൻ കരിക്കും വെള്ളം ഷൂട്ട് ചെയ്യണം. അപ്പോൾ എനിക്ക് ക്ഷമയില്ല, ഇനിയിപ്പോൾ ഫിലിം സ്കൂളിലൊക്കെ പോയി അതും കഴിഞ്ഞ് ഫിലിം സ്കൂളിൽ പോയാലും പിന്നെ വന്ന് അസിസ്റ്റ് ചെയ്യണ്ടേ, നേരെ പോയി അസിസ്റ്റ് ചെയ്തു. അതാണ് എൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. പല വലിയ ഫിലിം മേക്കേഴ്സ് ലൈക്ക് കശ്യപൻ, എവ്രി വൺ ബുൾഷിറ്റാണ് എന്ന് പറയുന്ന പോലെ രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഡിസൈൻ സ്കൂളിൽ ജോയിൻ ചെയ്യാൻ ശരിയാണ് അല്ലേ, അതും ശരിയാണ്. പക്ഷെ ഞാൻ ഒന്നിനോടും എതിർപ്പില്ല. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ സാഹചര്യം അതിനനുവദിക്കുന്നുണ്ട്. ആൻഡ് യു ഹാവ് ദാറ്റ് ഇൻ മൈൻഡ് ആൻഡ് ഇഫ് യു വോണ്ട് ടു ഡു ഇറ്റ്, യു ഷുഡ് ഗോ ആൻഡ് സ്റ്റഡി ഇറ്റ് ഇൻ എ സ്കൂൾ. വൈ നോട്ട്? സാറന്മാർ ക്ലാസ്സിലെ ലെക്ചർ കിട്ടുക എന്നുള്ളതിലുപരി അറ്റ്ലീസ്റ്റ് എന്തോരം പിള്ളേരുണ്ടാവും സെയിം ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള.
ആര് കണ്ട ഒരു കോമ്പിനേഷൻ പിന്നീട് വരില്ലാന്ന്. അങ്ങനെ എത്ര പേര് 3 Idiots ഒക്കെ അവരൊക്കെ ഒരുമിച്ച് പഠിച്ചതല്ലേ. അതെ അതെ അതെ. അതൊന്നും ഫിലിം സ്കൂളില്ലെങ്കിൽ കിട്ടൂ. എനിക്ക് സ്കൂളിങ് എന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അതാണ്. ലെക്ചറിന് ഇരുന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഞാനും ഇരുന്നിട്ട് ഞാൻ അതിനേലും ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കാര്യം കഷ്ടമായിരുന്നു ആസ് എ സ്റ്റുഡൻറ്. ഇങ്ങനെ ആരെങ്കിലും ലെക്ചർ ചെയ്യാനൊക്കെ വിളിച്ചിട്ടുണ്ടോ സ്കൂളിൽ? 1 മണിക്കൂർ ലെക്ചർ ചെയ്യാൻ വേണ്ടി? ഇല്ലില്ല. എവിടെയെങ്കിലും അതുണ്ടല്ലോ, കുഴപ്പമില്ല, പോവാൻ തോന്നുന്നില്ലേ, വർക്കാണല്ലേ. നമ്മളിവിടെ എല്ലാവർക്കും എല്ലാം മനസ്സിലാവുന്നുണ്ട്. നമുക്കങ്ങനെ ടേംസ് ഇപ്പോൾ അറിയാത്തവരുണ്ടെങ്കിലും ആ കാര്യം കമ്മ്യൂണിക്കേറ്റ് ആവുന്നുണ്ടല്ലോ. താങ്ക് യു, ഗ്രേറ്റ് സ്പീക്കിംഗ് ടു യു. ഒരുപാട് നന്ദി. എത്രയോ സമയം മണിക്കൂർ ഞങ്ങൾക്ക് വെട്ടി ഞങ്ങൾക്ക് കുറെ എപ്പിസോഡ് ഞങ്ങൾ ഇറക്കുന്നത്, കുറെ നേടി. തിന്നും.